പി കെ നവാസ് അടുത്തതായി എത്താൻ പോകുന്നു. പി കെ നവാസാണ് അടുത്തതായിട്ട് എത്തുക. KPCC ജനറൽ സെക്രട്ടറിയായ എം നസീർ കൂടിയാണ് ഇപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നത്. പി കെ നവാസാണ് അടുത്തതായി സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്നത്. താനൂരിൽ നിന്നുള്ള യുവ MLA ആണ് പി കെ നവാസ്. ചടയമംഗലത്ത് ചിഞ്ചുറാണിയെ അട്ടിമറിച്ച നസീറാണ് ഇപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്ത് രജിസ്റ്ററിൽ ഒപ്പുവെച്ചുകൊണ്ടിരിക്കുന്നത്. CPIക്ക് വലിയ ആഘാതമായിരുന്നു ചിഞ്ചുറാണിയുടെ പരാജയം. പി കെ നവാസ് ചാനൽ ചർച്ചകളിലെ ലീഗിൻ്റെ മുഖം, താനൂർ MLA, 27,131 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് കഴിഞ്ഞ തവണ ഇടത് സ്വതന്ത്രനായി വി അബ്ദുറഹ്മാൻ വിജയിച്ച മണ്ഡലം വിജയിച്ചത്. മുഹമ്മദ് സമീർ TA ആണ് പരാജയപ്പെടുത്തുന്നത്. നിയമസഭയിലെ ആദ്യ മത്സരത്തിൽ തന്നെ 27,000 4,00,000-ലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷം. MSFൻ്റെ സംസ്ഥാന സെക്രട്ടറി കൂടിയായ MSFൽ നിന്ന് MLA ആയി മാറിയ പി കെ നവാസ് സത്യപ്രതിജ്ഞ ചെയ്യുന്നു. താനൂരിൻ്റെ MLA. പി കെ നവാസ് എന്ന ഞാൻ നിയമസഭയിലെ ഒരംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നതിനാൽ നിയമവഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വാസ്യതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും എൻ്റെ സൃഷ്ടാവിൻ്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. പി കെ നവാസാണ്. യൂത്ത് ലീഗിൻ്റെ സമരമുഖങ്ങളിൽ തീജ്വാലയായിരുന്നു പി കെ നവാസ്. MSFൽ നിന്ന് MLA ആയി മാറുന്നു പി കെ നവാസ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, സമയം 10:46. നിങ്ങൾ കാത്തിരിക്കുന്നത് പിണറായി വിജയൻ്റെ കൂടി സത്യപ്രതിജ്ഞയാണ്. പിണറായി വിജയൻ സത്യപ്രതിജ്ഞ ചെയ്തതിന് ശേഷം പ്രോട്ടം സ്പീക്കറായ G. സുധാകരന് ഹസ്തദാനം കൊടുത്ത് മടങ്ങുന്ന ആ കാഴ്ചയ്ക്ക് വേണ്ടിയാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ കാത്തിരിക്കുന്നതെന്നറിയാം.